ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പിങ്കി ഇങ്ങനെ ആകെ വിഷമിച്ചതെല്ലാം നടക്കുന്ന സമയത്താണ് അച്ഛനും അമ്മയും കൂടി വരുന്നത്. അപ്പോൾ മകളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി മോളെ, നിന്റെ മുഖമൊക്കെ എന്താ ആകെ വാടി കരിഞ്ഞ് വല്ലാതിരിക്കണേന്ന് ചോദിച്ചപ്പോൾ, പിന്നെ കല്യാണ പിറ്റേന്ന് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോയ ഭർത്താവിന് ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അവൾ ആകെ തകർന്നു പോയില്ലേ. ആ സമയത്താണ് ഇവിടെ പുതിയ കല്യാണ കാര്യങ്ങളൊക്കെ കൊണ്ടുപിടിച്ച് നടക്കുന്നത്. നോക്കിക്കോ, എൻ്റെ നാവിൽ നിന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞിട്ടേ ഞാൻ വിടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അമ്മ അത് പറഞ്ഞപ്പോൾ, വനജയെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നീ തലയിടാൻ പോകരുതെന്ന് അച്ഛൻ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രണ്ടുപേരും കൂടി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു പിങ്കി. എൻ്റെ ഈ ഒരു അവസ്ഥയിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന് ചോദിച്ചു. എനിക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. എന്നെ ഈ തീരാവേദന അനുഭവിക്കാൻ ഇട്ടുകൊടുത്തതും നിങ്ങൾ തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു മകള് ചോദിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥ അത് പറയുന്നത് കേട്ടപ്പോൾ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ സങ്കടമായി. ഈ അവസ്ഥകളിൽ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടു നിൽക്കുന്ന എൻ്റെ ഒരു അവസ്ഥ അത് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മകൾ ഇങ്ങനെ പറയുക. അപ്പം മോളെ, നീ ഇങ്ങനെ ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് എന്ന് അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ഓരോ നിമിഷവും ഞാൻ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് തീരാവേദനയോട് കൂടിയാണെന്നും പറഞ്ഞു പിങ്കി ഇങ്ങനെ പറഞ്ഞു അവരോട്. അപ്പോഴേക്കും മഹേന്ദ്രനും അതുപോലെ ചെറിയച്ഛനും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, നിങ്ങളെന്താ വന്നിട്ട് ഇവിടെ തന്നെ നിന്ന് കളഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഞങ്ങൾ മോളെ കണ്ടപ്പോൾ ഇവിടുത്തെ വിശേഷമൊക്കെ ചോദിച്ച് നിന്ന് പോയതാണെന്ന് പറഞ്ഞു. അന്നേരം അവര് അതൊക്കെ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കില്ല, സാർ വന്നേന്ന് പറഞ്ഞോണ്ടേ അവർ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകണു. പിങ്കി അന്നേരം വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. എല്ലാവരുടെയും ഇടയിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് ചെന്നു. അന്നേരം മഹേന്ദ്രനും ചെറിയച്ഛനും കൂടി ഇവർ ചെന്നപ്പോൾ വലിയ VIP വന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആട്ടോ. അപ്പോൾ ഞങ്ങള് പിങ്കിയുടെ പപ്പയും മമ്മിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്തവർ. അപ്പോഴേക്കും വല്യമ്മയുടെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ മുഖമൊക്കെ വല്ലാണ്ടായി. പെട്ടെന്ന് വിഷു ഹാപ്പി മാരീഡ് ലൈഫ് എന്നും പറഞ്ഞ് അവർ കൈയൊക്കെ കൊടുത്തു. പിങ്കി മോളുടെ അവസ്ഥ അറിയാമല്ലോ, പിന്നെ നന്ദ വേണം കേട്ടോ ഇനിയിപ്പോൾ കൂടെ നിന്ന് അവളുടെ ഈ മൂടൊക്കെ മാറ്റിയെടുക്കാനെന്ന് പറഞ്ഞപ്പം തീർച്ചയായും അങ്കിൾ, അല്ലെങ്കിലും ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാ, എന്നെ ഒരുക്കിയത് പിങ്കിയാ എന്നൊക്കെ പറഞ്ഞ് നന്ദ ഇങ്ങനെ അവരുടെ മുന്നിൽ നല്ല ഇതായിട്ട് തന്നെ സംസാരിക്കുന്നു. ഇതൊക്കെ അപ്പുറം മാറി നിന്ന് നമ്മുടെ പിങ്കി കാണുന്നുണ്ടേ. അപ്പോൾ കൺഗ്രാറ്റ്സ് മോളെ എന്നൊക്കെ പറഞ്ഞ് മകൾക്ക് കൺഗ്രാറ്റ്സും അച്ഛൻ്റെ വകയങ്ങ് കൊടുത്തു. ഗൗതം ഹാപ്പി മാരീഡ് ലൈഫ് എന്നും പറഞ്ഞ് അദ്ദേഹം നമ്മുടെ ഗൗതത്തിനും കൈ കൊടുത്തു. അങ്ങനെ അവർ കൈ കൊടുക്കലും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു പരിചയപ്പെടലും കാര്യങ്ങളും ഇതെല്ലാം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ പ്രിയ സിന്ദൂരച്ചെപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ഈ സിന്ദൂരം നീ നന്ദയുടെ തിറകയിൽ അണിയിക്കണം. ഈ സമയത്ത് നന്ദ നിന്റെ കാലിൽ തൊട്ട് വണങ്ങണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നതും ആ ചടങ്ങുകളൊക്കെ പൂർത്തീകരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ആശാത്തിക്ക് ആകെ ടെൻഷനായി, ആകെ വിഷമം, നിരാശ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക. ആര്? പിങ്കിക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ പിങ്കിയുടെ മുന്നിൽ വെച്ച് തന്നെ ആ ചടങ്ങുകൾ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് അങ്ങ് പൂർത്തീകരിച്ചു. അങ്ങനെ നിറകയിൽ സിന്ദൂരം തൊട്ടു, അതുപോലെ തന്നെ കാലയിൽ തൊട്ട് വണങ്ങി ആ ഒരു ഇതെല്ലാം നടന്നു കേട്ടോ. എന്നിട്ട് രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ഓടി വന്നു. ലക്ഷ്മി ഓടി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടേ പോകുന്നേ? നിങ്ങൾ രണ്ടുപേരും എങ്ങും പോകാനല്ല, ഇവിടെ അടുത്ത് നിൽക്കുക വേണ്ടത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ജീവിതമാണ്. അപ്പോൾ ഇവരുടെ ഒന്നും ഇടയിൽ നിന്ന് നിങ്ങൾ പോകരുത്. നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നവരെ ഇവരൊക്കെ എന്നും പറഞ്ഞതേ നമ്മുടെ ലക്ഷ്മി ഇവരെ കൂടെ നിർത്തുക. അപ്പോൾ കണ, ഞാൻ പറയുന്നത് നീ അനുസരിക്കാൻ പറഞ്ഞു. പ്രിയ വേഗം ആ കുങ്കുമം എടുത്ത് ചെയ്ത് ആ ഒരു നിർബന്ധപ്രകാരം തന്നെ ബാക്കി ചടങ്ങുകളും കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങുകൾ അവിടെ അങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നതെല്ലാം കണ്ട് മനസ്സ് വേദനിച്ച് വിങ്ങി പൊട്ടുന്ന സങ്കടത്തോടു കൂടി പിങ്കി അവിടെ നിൽക്കുക. പിങ്കി എന്നിട്ട് ഒന്നും അല്ലാത്തതുപോലെ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോയി കേട്ടോ. ഈ സമയത്ത് മറ്റുള്ളവരെ, അതായത് ഇവരെ വെറുക്കുന്നവർക്ക് ആർക്കും ഇതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കിട്ടിയ ഗിഫ്റ്റൊക്കെ നന്ദയുടെ കയ്യിൽ നിന്ന് മേടിച്ച് പിടിച്ച് നമ്മുടെ ലക്ഷ്മി കട്ട സപ്പോർട്ടായിട്ട് കൂടെയാണ്. മഹേന്ദ്രനും അതുപോലെ വല്യമ്മയും മോഹിനിയും ഇവരെല്ലാവരും വല്ലാത്തൊരു ഇതോടുകൂടി ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. കാരണം അവർക്ക് ആർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണല്ലോ. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. അവർ ശരിക്കും എല്ലാവരുടെയും കാണുക ഉത്തമ ഭാര്യയും ഭർത്താവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാഴ്ച അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവരും പറ്റാത്തവരുമായ ഒരുപാട് പേരുണ്ട്. ഈ സമയത്ത് നമ്മുടെ അരുൺ വന്ന് അവരുടെ ഫോട്ടോയും എടുത്തു. പിന്നെ അവിടെ വന്ന റിലേറ്റീവ്സിൻ്റെ ഫോട്ടോസ്, മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ അരുൺ തന്നെക്കാൾ കഴിയുന്ന എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നു. ഈ സമയത്ത് നമ്മുടെ പപ്പിയും അതുപോലെ പ്രിയയും കൂടെ ചേർന്നാണ് അവരെ രണ്ടുപേരെയും കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ നന്ദ നിൽക്കുന്നു. നന്ദയ്ക്ക് ഇതെല്ലാം കാണുന്ന പിങ്കിയെ കണ്ടപ്പോൾ ഒരു കുശുമ്പും ഒരു ഇതുമൊക്കെ. കാരണം പിങ്കി ഇതൊക്കെ ഒന്ന് കണ്ടാൽ ഇവരുടെ തമ്മിൽ അടുപ്പവും സ്നേഹവും ഒക്കെ കണ്ട് ആ പിങ്കിയുടെ ഉള്ളൊന്ന് പെടയണം. അതാണ് നമ്മുടെ നന്ദി ആഗ്രഹിക്കുന്നത്. ഒന്നും അല്ലാത്തതുപോലെ നമ്മുടെ
ഗൗതം ഇച്ചിരി അങ്ങ് നീങ്ങി നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിച്ചു നമ്മുടെ നന്ദ. അപ്പോൾ ഫ്ലാറ്റായിട്ട് നിൽക്കാതെ കൈ എടുത്ത് വെച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസുകളൊക്കെ പറഞ്ഞു കൊടുക്കും അരുൺ. അങ്ങനെ പോസുകളൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം നല്ല ഭംഗിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുപ്പിച്ചു. അങ്ങനെ ഒന്നിനും ഒരു കുറവും വരാതെ ഇതെല്ലാം ചെയ്യുവാട്ടെ. ഇതെല്ലാം കണ്ട് പിങ്കി അപ്പുറം മാറി നിന്നിങ്ങനെ മനസ്സ് മിങ്ങിപ്പൊട്ടുന്ന സങ്കടത്തോടു കൂടി തന്നെ നിൽക്കുക. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരുപാട് മനസ്സ് കൊടുത്ത് സ്നേഹിച്ചു പോയൊരു വ്യക്തിയല്ലേ തൊട്ടരികിൽ മറ്റൊരു പെണ്ണിനോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഇനി അടുത്ത പോസാകാം എന്നും പറഞ്ഞുകൊണ്ട് അരുൺ അടുത്തത് എടുക്കാൻ തുടങ്ങുമ്പം ഈ പിങ്കിക്ക് പണി കൊടുക്കാൻ വേണ്ടി തന്നെ നമ്മുടെ പപ്പി ഓരോരോ പോസുകൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത്, തോളിൽ കൈയിട്ട് നിൽക്കുന്നത്, അങ്ങനെ പല പല പോസിലുള്ള ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ നല്ല എന്താ പറയുക, വൈകാരികമായ രീതിയിലാണ് പിങ്കി കാണുന്നതെങ്കിലും നന്നായി ആസ്വദിച്ച് തന്നെ നമ്മുടെ നന്ദി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് അവിടെ ഓരോരുത്തർ നിർത്തി ഫോട്ടോ എടുപ്പിക്കലും കാര്യങ്ങളും ഒക്കെ. അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയമായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേന്ദ്രനെ വിളിച്ചു. അപ്പോൾ വരാൻ താല്പര്യമില്ലാത്ത രീതിയിൽ അദ്ദേഹം നിന്നപ്പോൾ നമ്മുടെ ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ കുട്ടികളുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനല്ലേ, ഒന്ന് വാ മഹിയേട്ടാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അമ്മ അങ്ങ് നിന്നാൽ മതി, എന്നെ അതിന് കിട്ടത്തില്ല, അമ്മ നിന്ന് ഫോട്ടോ എടുത്താൽ മതി, എന്നെ പ്രതീക്ഷിക്കേ വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് മഹി അതിൽ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞു മാറുക. ഇമാതിരി നാണക്കേടിനൊന്നും തനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് മഹി ആ ഒരു പ്രവൃത്തി ചെയ്തത്. അത് അവർക്കെല്ലാവർക്കും വല്ലാത്ത വിഷമമായി. എങ്കിൽ പിന്നെ ഞാനും നിൽക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞപ്പോൾ ഇതെന്താ വല്യമ്മേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ നമ്മുടെ നന്ദ. എന്നിട്ട് ഈ നന്ദ ഓടി നമ്മുടെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ എന്ത് പണിയെ കാണിക്കുന്നത്, ഞങ്ങളുടെ കൂടെ വന്ന് നിന്ന് ഫോട്ടോ എടുത്തേ, വാ അച്ഛാ വന്നേ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് വിളിക്കുന്നു. അപ്പോഴേക്കും ഈ പെണ്ണിനിത് എന്താ പറ്റേ, ഈ പെണ്ണിനെന്താ തലയ്ക്ക് വല്ല ലൂസുമാണ് എന്നും ചോദിച്ച് മഹേന്ദ്രൻ, അതെ എനിക്ക് ലൂസാണ്, എനിക്ക് വെറും ലൂസല്ല മുഴുവൻ ലൂസാണെന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വയലൻ്റ് ആകുന്ന ലൂസാ, വേഗം വന്നോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ ഈശ്വരാ എന്ന് പറഞ്ഞ് നിൽക്കുക നമ്മുടെ മഹേന്ദ്രൻ. അതെ എന്നെ അറിയില്ല അച്ഛന്, എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തിയാൽ എല്ലാ കെട്ടും പാണ്ടും എടുത്ത് ഞാനിങ്ങ് പോകും. അല്ലെങ്കിൽ അച്ഛൻ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നു, 1 തൊട്ട് 10 വരെ ഞാൻ എണ്ണും, അതിനുള്ളിൽ എൻ്റെ കൂടെ വന്നോളണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ശരി വരാൻ നീ എണ്ണണ്ടെന്നും പറഞ്ഞുകൊണ്ട് മഹേന്ദ്രൻ ഇങ്ങനെ എല്ലാവരുടെയും നേരെയൊക്കെ ഇങ്ങനെ ഒന്ന് നോക്കി അങ്ങനെ അങ്ങ് പോകണം. അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അത് വല്യമ്മയ്ക്ക് വല്ലാത്ത കലിപ്പായി. പുള്ളിക്കാരി ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഭയങ്കര ദേഷ്യത്തോടു കൂടി. അങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ അവിടെ നടക്കുന്നു. വല്യമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇവർ ഫാമിലി ഫോട്ടോയും എടുത്തു. പിന്നെ ഇനിയിപ്പോൾ എന്ത് വേണം, അങ്ങനെ ഫോട്ടോയും എടുത്ത് എല്ലാവരുടെയും കണ്ണിറയുന്ന ഫോട്ടോയുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അച്ഛാ ചിരിക്കച്ചാ, അങ്ങനെ നിൽക്കച്ചാ, ഇങ്ങനെ നിൽക്കച്ചാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദക്കുട്ടി എല്ലാം ചെയ്യിക്കുന്നത്. അങ്ങനെ നന്ദയുടെ മുന്നിൽ ഇവരെല്ലാവരും തോറ്റ് തുന്നം പാടിയ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുടുംബക്കാർ ഓരോരുത്തരെയായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ നന്ദയെ അവിടെ സ്റ്റേജിൽ കൊണ്ടുവന്നു. നന്ദയുടെ പവർ അത്രയ്ക്കുണ്ട്. അങ്ങനെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഇതെല്ലാം എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് പിങ്കി മാത്രം ഇങ്ങനെ മാറി നിൽക്കുക. പിങ്കി ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു, പിങ്കി വരുന്നില്ല. പിങ്കി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ മാറി നിൽക്കുക. അപ്പോൾ പിങ്കി പ്ലീസ് വാ എന്നും പറഞ്ഞ് ഗൗതം വിളിച്ചു. ആദ്യം നന്ദ വിളിച്ചു, വന്നില്ല. നന്ദയല്ലേ വിളിച്ചത്, വരേണ്ട കാര്യമില്ലല്ലോ. നന്ദ വിളിച്ചത് കൊണ്ട് വന്നില്ല. പക്ഷെ ഗൗതം വിളിച്ചപ്പോൾ മനസ്സോടെയാണെങ്കിലും ആശാത്തി വന്നു. ആ സമയം ഏട്ടത്തി ഒന്ന് ഫോട്ടോ എടുക്കുന്നു പറഞ്ഞ് ലക്ഷ്മി വല്യമ്മയെ വിളിച്ചപ്പോൾ വല്യമ്മ വലിയ ആൾ കളിച്ച് മാറി നിൽക്കുക. പെട്ടെന്ന് നന്ദ, വല്യമ്മേ വേഗം വാ വല്യമ്മേ, പെട്ടെന്ന് വന്നേ, ഇല്ലെങ്കിൽ അറിയാലോ എൻ്റെ സ്വഭാവം, വേഗം വാ എന്നും പറഞ്ഞ് വിളിച്ചു. ഓ വന്നു, നാശം പിടിച്ചവള്, ആൾക്കാരുടെ മുന്നിൽ കിടന്ന് ഷോ കാണിക്കാൻ വേണ്ടി അവൾ കാണിച്ച് കൂട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നന്ദയുടെ വാക്കിൻ്റെ പുറത്ത് അങ്ങ് പോകുന്നു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ അവിടെ ചെന്ന് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയവും ഈ വല്യമ്മയ്ക്കൊരു ബുദ്ധി തോന്നി. കാരണം പിങ്കിയെ വിളിച്ച് നമ്മുടെ ഗൗതത്തിൻ്റെ അരികിൽ നിർത്തി. അങ്ങനെ ഒരു പണി ഒപ്പിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്കും അതുപോലെ നന്ദയ്ക്കും ദേഷ്യം വന്നു. പിങ്കിക്ക് അന്നേരമാണെന്ന് സന്തോഷമായത്. വല്യമ്മ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വേണ്ടാധീനത്തിന് ലക്ഷ്മിയെ കിട്ടില്ല. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. പിന്നെ ഫോട്ടോ എടുത്തു. ആ ഒരു കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ നന്ദ ഫ്രണ്ടിലേക്ക് കയറി നിന്നു. ഫോട്ടോയ്ക്ക് പോസ് ചെയ്തില്ല. അപ്പോൾ ഈ വല്യമ്മ ഈ കാണിച്ച കാട്ടായം കൊണ്ട് ഞാനെന്തിനു നിൽക്കണം, ഇയാളുടെ മാനസ ഭാര്യ പിങ്കിയല്ലേ, അവളുടെ കൂടെ നിന്ന് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. ഈ സമയത്ത് ഞാൻ മാറിയേക്കാം ഗൗതം, ഞാൻ മാറിയേക്കാമെന്ന് പറഞ്ഞു പിങ്കി അങ്ങ് മാറുമ്പോൾ പിങ്കി നിൽക്കവിടെ, നിന്നോട് പറഞ്ഞു ഇവിടെ വന്ന് നിൽക്കാൻ. അപ്പോഴേക്കും പിങ്കി ഇങ്ങ് മാറി വന്നു നിന്നു. പെട്ടെന്ന് നന്ദക്കരികിലേക്ക് ചെന്നിട്ട്, നന്ദ നീ ഇത്രയ്ക്ക് ചീപ്പാകരുതെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. ഈ വീട്ടിൽ പിങ്കിക്കും ഒരു സ്ഥാനമുണ്ട്, നീ ഇവിടെ വന്ന്
നിന്റെ സ്ഥാനം മാറ്റിയെടുക്കാൻ ആരും വരില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഗൗതം നിൽക്കുക എന്നും പറഞ്ഞൊരു ഒറ്റ അലർച്ച. അത് കേട്ടപ്പോൾ പിന്നെ നന്ദയ്ക്ക് നിൽക്കാതിരിക്കാൻ പറ്റില്ല, നന്ദ നിന്നു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ നടക്കുന്നു. ഈ സമയത്ത് ചിരിക്കടോ ചിരിക്ക് എന്നും പറഞ്ഞ് നന്ദയെ കൊണ്ട് ചിരിപ്പിച്ചു. നന്ദ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ചിരിക്കടോ ചിരിക്കെന്നും പറഞ്ഞ് നന്ദയെ കൊണ്ട് ചിരിപ്പിക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം നല്ല ഭംഗിയായിട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ വന്നിങ്ങനെ സംസാരിച്ച് ആ ഒരു ഇതൊക്കെ ഇങ്ങനെ നടത്തുന്നു. ഈ സമയത്ത് ഈ അർജുനെ കാണാതായതിൻ്റെ ആ ഒരു കാര്യങ്ങളെല്ലാം പറയുക. അപ്പോൾ ആ ഒരു സമയം പിങ്കിയെ കുറച്ച് നാളത്തേക്ക് പിങ്കിയുടെ വീട്ടിലേക്ക് വിടാനായിട്ട് പറഞ്ഞു. കാരണം ഗൗതത്തിൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് ഇവരുടെ ചിരിയും കളിയും ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പിങ്കിയുടെ ഉള്ളൊന്ന് പിടയ്ക്കും. അതുകൊണ്ട് പിങ്കിക്ക് അത് വല്ലാത്ത സങ്കടമാകും, അതുകൊണ്ട് ആകെ വിഷമമാകും, അതുകൊണ്ട് വല്ലാത്തൊരിതാവും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുമംഗലയുടെ കാര്യവും പറഞ്ഞു, അതായത് അപ്പച്ചിയുടെ കാര്യം. അപ്പച്ചിയെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ഗൗതവും അതുപോലെ നന്ദയും ചിരിയും കളിയായിട്ടൊക്കെ നടക്കുന്ന സമയത്ത് പിങ്കിയുടെയും അതുപോലെ അർജുൻ്റെയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുമംഗലയ്ക്ക് ആകെ സങ്കടമാകും. അതുകൊണ്ട് അവളെയും വീട്ടിലേക്ക് പറഞ്ഞിടണം, അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിച്ചു. അപ്പോൾ അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരു ഇതിലിങ്ങനെ ഇരിക്കുക കേട്ടോ. ഇവർ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ലെന്നും ഇവിടുത്തെ എല്ലാവരുടെയും സാഹചര്യം മനസ്സിലാക്കിയേ മറ്റുള്ളവർ പെരുമാറുകയുള്ളൂ, അതൊന്നും ഓർത്ത് നിങ്ങളാരും ടെൻഷൻ ആവേണ്ടെന്നൊക്കെ പറഞ്ഞു. അവരെ പറഞ്ഞു വിടേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. വലിയ ആൾ കളിച്ച് അങ്ങനെ അങ്ങ് പറഞ്ഞു. അല്ല, സുമംഗല നിൽക്കേണ്ടതും സുമംഗലയുടെ വീട്ടിൽ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പം അതൊന്നുമല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണ്ട, തൽക്കാലം ഇവിടെ തന്നെ നിൽക്കുന്നതാ ഞങ്ങളുടെയൊക്കെ ഒരു മനസ്സമാധാനമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഈ വല്യമ്മ. അത് കേട്ടപ്പം അത് പിന്നെ അവിടത്തെക്കാളും ഇവിടെ നിൽക്കുന്നത് തന്നെയല്ലേ മനസ്സിനൊരു സന്തോഷമായിട്ട് സുമംഗലയ്ക്ക് കിട്ടുക എന്ന് ചോദിച്ചപ്പം അറിയാം, അതെ, എന്നാലും നമ്മുടെ വീടിൻ്റെ അടുത്ത ഉമാദേവിയുടെ ആശ്രമം, അപ്പോൾ ആ ഒരു ആശ്രമത്തിലെ വാസം അത് ശരിക്കും പറഞ്ഞാൽ സുമംഗലയ്ക്കൊരു റിലീഫ് ആവുകയല്ലേ ഉള്ളൂ എന്ന് വന്ന അമ്മമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു. അവളൊന്ന് റിലാക്സ് ആകുമ്പോൾ തിരികെ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്യാമല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ ജഗന്നാഥ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു മഹി എന്നേരം ചോദിച്ചു. ഇവർ പറയുന്നതിൽ കാര്യമുണ്ട് ഏട്ടാ, സുമംഗല ഒന്ന് പോയിട്ട് വരുന്നത് തന്നെയായിരിക്കും നല്ലതെന്ന് അനിയനും പറഞ്ഞു. ഏട്ടത്തി എന്താ ചെയ്യേണ്ടതെന്ന് മഹി ചോദിച്ചപ്പോൾ എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടത്തി അതിനെ സമ്മതിച്ചു. അങ്ങനെ എല്ലാവരുടെയും കൂടെ ആ ഒരു താല്പര്യപ്രകാരം സുമംഗലയെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇന്ദിരാവരത്തിൽ നിന്നും അർജുൻ്റെ വേർപാടിന് ശേഷം അവരങ്ങ് പോകുക. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മി ചടങ്ങുകളൊക്കെ നമ്മൾ ആഗ്രഹിച്ചതിനേക്കാളും മംഗളമായിട്ട് നടന്നു, വന്നവരൊക്കെ നല്ല സംതൃപ്തിയോടുകൂടി തിരിച്ചു പോയത് എന്നൊക്കെ പറയുമ്പോൾ അതെ നിറഞ്ഞ് കവിഞ്ഞ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഒരാൾ ഇവിടുന്ന് പടിയിറങ്ങി പോയത്, സുമംഗല എന്നും പറഞ്ഞില്ലേ വല്യമ്മ. അപ്പം അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഇങ്ങനെ ആകെ ഒരു വിഷമം. ഇന്ദിവരം കുടുംബത്തിലേക്ക് എല്ലാവരും വന്ന് കയറാറേ ഉള്ളൂ, ആരും വിഷമത്തോടെ എങ്ങും പോയിട്ടില്ലെന്നുള്ള കാര്യവും പറഞ്ഞു. ആദ്യമായിട്ട് അതും സംഭവിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാട്ടോ ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയുടെ മരുമകളുടെ സുഹൃത്തമെന്ന് തന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദയെ അതിന് കുറ്റപ്പെടുത്തി. അപ്പം നന്ദയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വരുന്നതിനും പോകുന്നതിനും എന്തിനും ഏതിനും നന്ദമോളെ കുറ്റപ്പെടുത്തുന്നത് അത് ഞാൻ സമ്മതിച്ച് തരില്ല. അർജുൻ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചതിന് ഇവളാണോ കാരണമെന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ ദുർഭൂതങ്ങൾ കുടുംബത്തിലേക്ക് വലതുകാല് വെച്ച് കയറുന്നതിന് മുൻപ് തന്നെ അതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരുമെന്നൊക്കെ പറഞ്ഞപ്പം മേലിൽ തൊട്ടതിനും പിടിച്ചതിനും എൻ്റെ നന്ദമോളുടെ ദേഹത്ത് കയറുന്ന ഈ കയറ്റം അത് നിർത്തിക്കൊള്ളണം, അതൊന്നും ഞാൻ ഇനി ഇവിടെ സമ്മതിച്ച് തരില്ലെന്ന് പറഞ്ഞപ്പം എങ്ങനെ കുറ്റം പറയാതിരിക്കും ലക്ഷ്മി? പറയിച്ചല്ലേ അവൾ അടങ്ങൂ, കയ്യിലിരിപ്പ് നല്ലതുപോലെയാണല്ലോ, അപ്പോൾ പിന്നെ എല്ലാവരും പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നന്ദയെ കുറ്റം പറയാം. അപ്പം അത് കേട്ടപ്പം അതെ ശരിയാണെന്നുള്ള രീതിയിൽ മഹിയും തലയാട്ടി. ഇതൊക്കെ പിങ്കിക്ക് ഒരു സന്തോഷമായ കാര്യമാണ്. പിങ്കി ഇങ്ങനെ സന്തോഷപ്പെട്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ ഇന്നലെ അങ്ങ് വന്ന് കയറിയതല്ലേ ഉള്ളൂ, എന്നിട്ട് എന്തൊക്കെ പുകിലാണ് ഇവളിവിടെ കാട്ടിക്കൂട്ടുന്നത്. മുതിർന്നവരെ വകവയ്ക്കുന്നില്ല എന്നുള്ളത് പോട്ടെ, അവരെ ഭീഷണിപ്പെടുത്തുകയും കൂടിയല്ലേ ഇവള് ചെയ്യുന്നത്, അതൊക്കെ ശരിയായ ഏർപ്പാടാണോ എന്നൊക്കെ ചോദിച്ചു. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ പല്ലെറിഞ്ഞ് നിൽക്കാം. പോട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് ക്ഷമിക്കുന്നതാ, ഇനിയും അതിരെ കടന്നാലേ ഞാൻ എൻ്റെ വിശ്വരൂപം പുറത്തെടുക്കും അത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് മഹി അവിടെ ഇരുന്ന് ഇങ്ങനെ ആള് കളിച്ചു. അപ്പോഴേക്കും നമ്മുടെ നന്ദ പ്രതികരിക്കാൻ വന്നപ്പം ആൻറ്റി അത് തടഞ്ഞു, വേണ്ടാന്നുള്ള രീതിയിൽ. തള്ള കൊച്ചിലെ ചത്തതാണെന്നൊക്കെയാ പറയുന്നത്, പിന്നെ അപ്പൻ വളർത്തിയെന്നൊക്കെയാ പറയുന്നത്. ഇവളെയല്ല ശരിക്കും തെറ്റു പറയേണ്ടത്, ചത്തുപോയ അങ്ങേരെയാണെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി
അവരെല്ലാവരെയും അപമാനിച്ചുകൊണ്ട് വല്യമ്മ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു. തന്തയുടെ സംസ്കാരമല്ലേ സന്തതിക്കും കിട്ടൂ എന്ന് പറഞ്ഞപ്പോഴേക്കും നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഉറഞ്ഞു തുള്ളി. കാരണം എൻ്റെ അച്ഛനെപ്പറ്റി ഒരക്ഷരം മിണ്ടിപ്പോകരുത് നിങ്ങളെന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മയുടെ തലമണ്ട തല്ലി പൊളിച്ചു ശരിക്കും പറഞ്ഞ നമ്മുടെ നന്ദ. കാരണം നന്ദയുടെ അച്ഛനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ നന്ദയുടെ രൗദ്രഭാവം കണ്ട് ഇവറ്റകളെല്ലാം പേടിച്ച് നിൽക്കുക. അന്നേരം ആ സമയത്തെ ദേ നിങ്ങൾ എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷേ എൻ്റെ അച്ഛനെപ്പറ്റി എന്തെങ്കിലും പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് പറഞ്ഞപ്പം നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് മഹി അങ്ങ് വലുതായി. എന്താടി നിന്റെ നാവിനെന്താ എല്ലില്ലേ? ഈ കുടുംബത്തിലെ കാരണവത്തിയോടെ ആണോടി നിന്റെ തനി സ്വഭാവം കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം നിനക്ക് എങ്ങനെ ധൈര്യം വന്നു കൊച്ചേ ഞങ്ങളുടെ ഏട്ടത്തിയോട് ഇങ്ങനെ സംസാരിക്കാൻ ചോദിച്ചപ്പം? നിങ്ങളുടെ ഏട്ടത്തിക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ അച്ഛനെ അധിക്ഷേപിച്ച് സംസാരിക്കാനെന്ന് ചോദിച്ചു അന്നേരം നന്ദ. അന്നേരം എല്ലാവരുടെയും നാവ് ഇറങ്ങിപ്പോയി. ആർക്കും മിണ്ടാട്ടോ ഇല്ല, ആരും മിണ്ടിയില്ല. ഈ സമയത്ത് പ്രിയയും ലക്ഷ്മിയും അതുപോലെ പവിയും അരുണും ഒക്കെ ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുക. നിങ്ങൾ ആരെങ്കിലും എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? പിന്നെ എന്ത് അവകാശമാണ് എൻ്റെ അച്ഛനെക്കുറിച്ച് പറയാനും എൻ്റെ അച്ഛനെ അപമാനിക്കാനുമായിട്ടുള്ളത്? അപ്പം മോളെ നന്ദേ എന്താ ഇതെന്നൊക്കെ ചോദിച്ചു ആൻറ്റി. നിനക്ക് സ്വഭാവം നഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അവരെങ്ങനെ നാലുപാട് നോക്കുക. എന്താ ഞാൻ പറഞ്ഞത് തെറ്റ്? എൻ്റെ അച്ഛനെ അനാവശ്യം പറഞ്ഞ ഞാൻ കേട്ടിരിക്കുന്നതാണോ ലതികാന്റി എന്നോട് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മേലിൽ എൻ്റെ അച്ഛനെ പറ്റി തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം, പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദ ശരിക്കും അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളി. ഒന്നും അല്ലെന്നുള്ള രീതിയിൽ. ലക്ഷ്മി അഭിനന്ദനങ്ങൾ കേട്ടോ, നീ പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തന്നെ നിന്റെ മരുമോള് എന്നെ പുലഭ്യം പറയുന്നുണ്ടെന്ന് പറഞ്ഞു വല്യമ്മ. തൃപ്തിയായില്ലേ ലക്ഷ്മി നിനക്ക്? അതെ, അതൊന്നും ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതല്ല ഏട്ടത്തി. നന്ദമോള് കാര്യവിവരമുള്ള കുട്ടിയാണ്. സ്വയം മനസ്സിലാക്കാനും പ്രതികരിക്കാനും അവൾക്ക് കഴിയും. അത് മനസ്സിലാക്കിയിരിക്കുന്നതേ നല്ല കാര്യമാണെന്ന് പറഞ്ഞു നമ്മുടെ ലക്ഷ്മി അന്നേരം ഇവരോട്. അതവൾ സ്വയം ആർജിച്ചെടുത്തതാ. എവിടെയാണെങ്കിലും ആരോടാണെങ്കിലും അവൾ പോരാടി ജയിച്ചിരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. അതിനാരുടെയും ഔദാര്യമൊന്നും അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം ലക്ഷ്മി എന്ന് പറഞ്ഞ മഹിയുടെ ഒരു വിളി. ഓ, നീയും ഏട്ടത്തിയോട് തർക്കത്തിലൊക്കെ പറയാൻ തുടങ്ങിയോന്ന് ചോദിച്ചു. പിഴുത്തെടുക്കുന്നതിൻ്റെ നാവ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ മഹേട്ടാ നിർത്തിക്കോളാൻ പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയുന്നതിന് എന്നെ ചാടിക്കടിക്കാൻ വന്നാൽ മതി. അതിൻ്റെ പേരിൽ എൻ്റെ ലക്ഷ്മി അമ്മയെ വേദനിപ്പിച്ചാലുണ്ടല്ലോ അതാരായിരുന്നാലും ഞാൻ വെറുതെ വിടില്ലെന്ന് നന്ദ അന്നേരം അതേ നാവ് കൊണ്ട് തന്നെ അവിടെ നിന്ന് ലക്ഷ്മിക്ക് സൈഡായിട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഗൗതം അന്താളിച്ചിങ്ങനെ നിൽക്കുമ്പോൾ, ഗൗതം നീ ഇതൊന്നും കേൾക്കുന്നില്ലേടാ? എന്നെയും നിൻ്റെ അച്ഛനെയും ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അതിനൊന്നും മിണ്ടാതെ ഇതൊക്കെ കേട്ട് രസിക്കുകയാണോ നീ എന്നൊക്കെ ചോദിച്ചപ്പം നമ്മുടെ ഗൗതം ഒരു കൂസലുമില്ലാതെ അങ്ങനെ നിൽക്കും. ഇത്ര വേഗം തന്നെ നീ ഇവളുടെ അടിമയായി പോയോടാ എന്നൊക്കെ ചോദിച്ച് വല്യമ്മ ഇങ്ങനെ വലിയ ആൾ കളിച്ചപ്പോഴത്തേക്കും ഗൗതം തിരിഞ്ഞു നിന്നിട്ട്, വല്യമ്മ നന്ദയോട് ചോദിച്ചു വാങ്ങിച്ചതല്ലേ ഈ അപമാനമെന്ന് ചോദിച്ചു. എല്ലാം പറയാനുണ്ടോ? ചമ്മിപ്പോയില്ലേ? മിണ്ടാട്ടം മുട്ടി ഇങ്ങനെ ഇരിക്കുക അവിടെ. അച്ഛനും അതെ, വല്യമ്മയും അതെ, ഒന്നും മിണ്ടാനില്ല. പിങ്കി ഇങ്ങനെ കണ്ണും തുറച്ച് നോക്കി നിൽപ്പുണ്ട്. പെൺകുട്ടികളെ അവരുടെ അച്ഛനമ്മമാരെ പറ്റി പറയുമ്പോൾ പെട്ടെന്നങ്ങ് സെൻറ്റിമെൻ്റലായി പോകുമെന്ന് പറഞ്ഞു നമ്മുടെ ഗൗതം. അപ്പോൾ തെറ്റ് ചെയ്തത് ഞാനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? എടാ ഗൗതം, നീ നിന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിന്റെ വല്യമ്മയെ നീ തള്ളി പറയുന്നോടാ? വേണ്ട മഹേശ്വര, വേണ്ട. നീ ആയിട്ട് ഇനി ആരെയും ശാസിക്കാനും ആരോടും അപേക്ഷിക്കാനും ഒന്നും നിൽക്കണ്ട. എനിക്ക് മനസ്സിലായി ഞാനാണിപ്പോൾ ഈ വീട്ടിൽ അധികം പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും ശല്യം ഞാനങ്ങ് തീർത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് കയറി പറ്റാനായിട്ട് ഉള്ള ആ ഒരു ഇതൊക്കെ. ഇനി ഈ വീട്ടിൽ ഞാൻ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മ വലിയ ഷോ കാണിക്കുക അവിടെ കിടന്ന്. അങ്ങനെ വല്യമ്മയും അതുപോലെ ഇവരും ഒക്കെ തമ്മിലുള്ള ഒരു സംഭാഷണവും കാര്യങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിച്ചിരിക്കുന്നത്. എല്ലാവരും കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.